നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് അപ്രന്റീസ്ഷിപ്പിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഇതൊരു പെർമനൻറ്റ് ജോലി ആയിരിക്കില്ല എന്ന് തുടക്കത്തിലേ പറയുകയാണ്. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ IT ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധാരണ അപ്രന്റീസ്ഷിപ്പ് ടൈപ്പിലുള്ള ഒരു എൻട്രിയാണ് ഇതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള മെൻ ആൻഡ് വുമൺ ഒരുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷ തുടങ്ങിയ ഡേറ്റ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം 7/12/2025 മുതൽ 30/12/2025 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 7/12/2025 മുതൽ 30/12/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ITI സർട്ടിഫിക്കറ്റ്, പിന്നെ +2 സർട്ടിഫിക്കറ്റ്. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. 50% മാർക്കോട് കൂടി വേണം +2 എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ITI നിങ്ങൾക്ക് 40% മാർക്കോട് കൂടി വേണം. പിന്നെ ഫോട്ടോഗ്രാഫ് വേണം. ഇതൊക്കെയാണ് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്, സിഗ്നേച്ചർ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഇമെയിൽ ID വേണം, മൊബൈൽ നമ്പർ വേണം. അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. 1 ടൈം രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യണം, ആധാർ നമ്പർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട് ഇതിന് അപേക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് 30/12/2025 എക്സാം ഡേറ്റ് 18/1/2026 ഇൻ്റർവ്യൂ 19/1/2026 മെഡിക്കൽ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ 19/1/2026 ഡിക്ലറേഷൻ ഓഫ് മെറിറ്റ് ലിസ്റ്റ് 23/1/2026 അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം എല്ലാ കാര്യങ്ങളും തീർന്ന്, എല്ലാ പ്രൊസീജിയറും തീർന്ന് 9/12/2026 നിങ്ങൾക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9/2/2026 സ്റ്റാർട്ട് ചെയ്യും. ബാക്കി എലിജിബിലിറ്റി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനറൽ കാറ്റഗറിയിലേക്കുള്ള ഏജ് ലിമിറ്റ് 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ, ബാക്കിയുള്ളത് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അറിയണമെന്നുണ്ടാവും. തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സും അതുപോലെ +2 അത് ഡിസേബിൾ ആണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ എന്തായാലും ഉണ്ടാവും, കാരണം ITI നിങ്ങൾക്ക് വേണം. ITI ആണ് നിർബന്ധിത യോഗ്യതയായിട്ട് പറയുന്നത്. ITI ക്വാളിഫിക്കേഷൻ വിത്ത് 40% മാർക്കോട് കൂടി വേണം. അത് ഏതൊക്കെ ഫീൽഡിലാണെന്നുള്ളത് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ടർണർ, മെഷീനിസ്റ്റ്, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ, അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച സ്ട്രീം നിങ്ങൾക്കാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഞാൻ പതിയെ സ്ക്രോൾ ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെലിഗ്രാമിൽ ഇതിൻ്റെ ഈ നോട്ടീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ടെലിഗ്രാം നിങ്ങൾക്ക് ഈ നോട്ടീസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 144 വേക്കൻസിയാണ് മൊത്തത്തിലുള്ളത്. പിന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 152 സെൻറ്റിമീറ്റർ ഉയരം വേണം, മിനിമം 48 കിലോഗ്രാം ഭാരം വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് ഏകദേശം 10,500 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ലഭിക്കും. അതല്ലാതെ ഇത് സ്ഥിരജോലി ആയിരിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9/12/2026